ഫ്രണ്ട്സ്, നമ്മളിൽ പലർക്കും ഈ ഫാസ്റ്റ് ഫുഡിനും ജങ്ക് ഫുഡിനൊക്കെ ഒത്തിരി അഡിക്ഷൻ ഉള്ളതാണല്ലോ. അതിൽ ചേർക്കുന്ന അജിനോമോട്ടോ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ. നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ തന്നെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ചില സമയത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ് കിട്ടാറില്ല. കാരണം അതിൽ അജിനോമോട്ടോ നമ്മൾ ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ അജിനോമോട്ടോയ്ക്ക് പകരമായിട്ട് ചേർക്കാവുന്ന നമുക്ക് ഹോം മെയ്ഡ് ഓർഗാനിക് അജിനോമോട്ടോ എന്നൊക്കെ ഈ 3 പൗഡേഴ്സിനെ വിളിക്കാം. ഫോട്ടോ കണ്ട് തന്നെ മനസ്സിലായി കാണും. അതായത് ഒണിയൻ പൗഡർ, ജിഞ്ചർ പൗഡർ ആൻഡ് ഗാർലിക് പൗഡർ. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഇവിടെ പൗഡേഴ്സ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ കറികളിൽ ചേർക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ KFCയോ അല്ലെങ്കിൽ സ്പൈസി ഫുഡുകളൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളിത് ചേർത്ത് നോക്കൂ. ഉറപ്പായിട്ടും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും, നല്ല ഫ്ലേവർ കിട്ടും, നല്ല മണമായിരിക്കും ഫുഡിനൊക്കെ. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വെച്ചാലും ടേസ്റ്റ് ഇല്ല എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു മാർഗ്ഗം തന്നെ ആയിരിക്കും. അപ്പോൾ അധികം പറയുന്നില്ല, ഇനി വീഡിയോ കാണുമ്പോൾ തന്നെ കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Hi friends, welcome to Nuba's Yummy Recipes. Subscribe to Nuba's Yummy Recipes. ഇതിനായിട്ട് ഞാനിവിടെ 3 വലിയുള്ളി, പിന്നെ ഗാർലിക്, അതായത് വെളുത്തുള്ളി 4 എണ്ണം, പിന്നെ ഇഞ്ചി ഒരു 70 ഗ്രാം ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വലിയുള്ളിനെ നമുക്ക് മുട്ടയ്ക്കൊക്കെ നമ്മൾ ഓംലെറ്റിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇതേപോലെ നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഇനി അടുത്തത് ഗാർലിക്കാണ്, അതായത് വെളുത്തുള്ളി എടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ നന്നാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും വെളുത്തുള്ളി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വെറും 4 ഇതിൽ നിന്ന് എടുത്താണ് ഇത്രയും വെളുത്തുള്ളി. ഇനി നമ്മൾ ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ഇതിന് മുമ്പത്തൊരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തൊലി കളയാനായിട്ട് ഇതേപോലത്തെ സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്ന് സ്ക്രാച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തൊലി എടുക്കാം. കത്തിനേക്കാൾ എളുപ്പമാണത്, പെർഫെക്ഷനായിട്ട് കിട്ടും. നമ്മൾ ഇതേപോലത്തെ ഒരു ചോപ്പർ ബോർഡ് വെച്ചിട്ട് നമുക്ക് ഇതിന് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തും എടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇങ്ങനെയും ചെയ്യാം, കട്ട് ചെയ്തും ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായി ഉണക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ബാക്കി വരുന്ന ഈ ജിഞ്ചർ നമുക്ക് ഇതേപോലത്തെ ഒരു മോട്ടറിൽ പ്രസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ക്രഷ് ചെയ്തിട്ട്, ഒരുപാട് ക്രഷ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതും കൂടി ഈ ഇഞ്ചിയുടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇഞ്ചിനും നിങ്ങൾ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റുക. ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രമോ അല്ലെങ്കിൽ ഫൈബറോ ഒന്നും യൂസ് ചെയ്യരുത്. ഒന്നോ സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം പാത്രമോ അല്ലെങ്കിൽ ചെമ്പ് പാത്രമോ യൂസ് ചെയ്യുക. അടുത്തത് തൊലി കളഞ്ഞിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ട് ഒരു മിക്സി ജാറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു 3 സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പേസ്റ്റ് ആക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പേസ്റ്റ് ആക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈവൻ ഞാൻ തന്നെ ഇവിടെ ക്രഷ് ചെയ്ത് കുറച്ച് അധികമാണ് ആയപ്പോൾ ജസ്റ്റ് ഒരു 2 തിരി നിങ്ങൾ തിരിച്ചെടുത്താൽ മതി. അത് നിങ്ങളുടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇതേപോലെ നന്നായിട്ട് പരത്തി എല്ലാ സ്ഥലത്തും ആവുന്ന പോലെ ആക്കി കൊടുക്കുക. അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഉള്ളിയെല്ലാം തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ 3 പ്ലേറ്റിലായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് 3 നമുക്കിനി സൺലൈറ്റ് നന്നായി കിട്ടുന്ന സ്ഥലത്ത് ഉണക്കാനായിട്ട് വെക്കാം. അങ്ങനെ നിങ്ങളൊരു 4 ദിവസം, നല്ല ചൂടുള്ള സമ്മർ ഡേയ്സിൽ 4 ദിവസം ഉണക്കിയെടുക്കുക. അപ്പോൾ 4 ദിവസം ഞാൻ ഉണക്കിയതിന് ശേഷം അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. 4 ദിവസം നല്ല ചൂടുള്ള സ്ഥലത്ത് ഉണക്കിയെടുത്തിട്ട് ഇതേപോലെ നല്ല ക്രഷ് ചെയ്യുന്ന ശബ്ദം കിട്ടുന്ന പോലെ രീതിക്ക് ആയി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സി ജാറിൽ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയാണ് ഞാൻ ആദ്യം പൊടിക്കുന്നത്. ഇഞ്ചി ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, നല്ല പൗഡർ രൂപത്തിൽ ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ നിങ്ങൾ മിക്സ് ചെയ്താൽ മതി. ഇതേപോലെ പൗഡർ രൂപത്തിൽ കിട്ടും. അതൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം. ഇനി ഇതേ ജാറിലോട്ട് നമുക്കടുത്ത് വെളുത്തുള്ളി ഇടാം. അതായത് ഉണങ്ങിയ വെളുത്തുള്ളി, അത് ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, അത് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പൊടിക്കേണ്ടത് ഉള്ളിയാണ്. അപ്പോൾ അതിനായിട്ട് ഉണങ്ങിയ സവാളയെല്ലാം തന്നെ മിക്സി ജാറിലോട്ട് മാറ്റാം. അത് നമുക്ക് ഇതേപോലെ, പക്ഷേ നിങ്ങളിത് ഒത്തിരി അധികം നേരം പൊടിച്ചെടുക്കേണ്ടി വരും. ഒരു 50 സെക്കൻഡെങ്കിലും പൊടിക്കുമ്പോഴാണ് നമുക്ക് അധികമായിട്ട് പൊടിഞ്ഞ് കിട്ടുക. അത് ഇതേപോലൊരു ഇതിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ 3 വിധത്തിലുള്ള ഈ ഹോം മെയ്ഡ് ഓർഗാനിക് അജിനോമോട്ടോ പൗഡേഴ്സ് റെഡി ആയിട്ടുണ്ട്.
ആക്ച്വലി ഈ പൗഡേഴ്സ് എല്ലാം തന്നെ നമുക്ക് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്, പക്ഷെ നല്ല കോസ്റ്റ്ലിയാണ്, നല്ല വിലയുണ്ട് ഈ പൗഡേഴ്സിന്. അതുകൊണ്ടാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു തോന്നലുണ്ടായത്. അതുകൂടാണ്ട് ഈ പൗഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സീക്രട്ട് മസാല പൗഡേഴ്സ് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതായത് മാഗി പൗഡേഴ്സ് ആവട്ടെ, പിന്നെ ലെയ്സ്, കുർക്കുറെ പോലെയുള്ള ഇതിൽ ചേർക്കുന്ന മസാല പൗഡേഴ്സ് എല്ലാത്തിനും പിന്നിലും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇവ 3 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ നമുക്കതെല്ലാം എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിൽ ആരെങ്കിലും ഒരാൾ കാണുമല്ലോ എങ്ങനെയൊക്കെ ഫുഡ് വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവുന്നില്ല, എങ്ങനെയൊക്കെ കറി വെച്ചാലും ടേസ്റ്റ് വരുന്നില്ല എന്ന് പറയുന്ന ഒരൊറ്റ ഫ്രണ്ടിനെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ. തീർച്ചയായിട്ടും അത് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിനി കൂടുതൽ ഇതേപോലെ കറികൾക്ക് ചേർക്കുന്ന സമയത്ത് എത്രയാണ് ഇതിടേണ്ടത് എന്നും, പിന്നെ ഇതുപയോഗിച്ചിട്ടുള്ള വേറെ എന്തൊക്കെ മസാലകൾ, സീക്രട്ട് മസാലകൾ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ടും കൂടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.